വൈകുന്നേരമായപ്പോൾ ഇക്കയുണ്ടല്ലോ വിഷുവിനുള്ള പടക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബോക്സ് പടക്കങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിലുണ്ടല്ലോ കുട്ടികൾക്കുള്ള പടക്കങ്ങളൊന്നും ഇല്ല കേട്ടോ. പഴക്കം പറയുമ്പോൾ ഈ കമ്പിത്തിരിയും മത്താപ്പും കുറവായിരുന്നു കേട്ടോ. ഒരു 2ഓ 3ഓ കമ്പിത്തിരിയും പിന്നെ ഒരു 1, 2 മത്താപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പൊട്ടിക്കുന്ന പടക്കങ്ങളും അതുപോലെ ചരപ്പടക്കം അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പടം നമ്മൾ ക്യാമറ എടുക്കുന്നില്ലേ അതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്കുണ്ടല്ലോ ലഡു ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റോക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പാമ്പ് ഗുളിക ഉണ്ടല്ലോ അതൊരു ബോക്സ് ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഒരു ബോക്സ് 1500 രൂപയ്ക്ക് അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കേണ്ട പടക്കങ്ങളാണ് കൂടുതലുള്ളത്. കുട്ടികൾക്ക് പൊട്ടിക്കാനുള്ളത് അധികവും ഇല്ല കേട്ടോ. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഉണ്ടല്ലോ വിഷുവിന് പടക്കമെല്ലാം വാങ്ങുമ്പോൾ ഉണ്ടല്ലോ ഗുണ്ടെല്ലാം പൊട്ടിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഗുണ്ട് പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് കഴിയുന്നവരെ ഞാൻ പുറത്തേക്ക് വരില്ല. റൂമിൻ്റെ ഉള്ളിൽ പോയിരിക്കും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പുറത്ത് വരുന്നത്. അത്രയ്ക്ക് പേടിയുണ്ടോ. കമ്പിത്തിരിയും മത്താപ്പും മാത്രം ഞാൻ കൊളുത്തുള്ളൂ. പിന്നെ ഈ പാമ്പ് ഗുളികയും മാത്രം കൊളുത്തും. വേറെ ഒന്നും അങ്ങനെ കൊളുത്തില്ല കേട്ടോ. ഇവിടെ രാത്രിയായപ്പോൾ ഉമ്മ കണി വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം തട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കളിയടയ്ക്കും പുളിയവരിക്കും പിന്നെ പഴങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൈസ വന്നിട്ട് നമ്മൾ രാത്രിയാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പം തന്നെ വെക്കില്ല. കാരണം കുട്ടികളെല്ലാം വലിക്കും പറഞ്ഞിട്ട് രാത്രി കിടക്കാൻ പോണ നേരത്താണ് വെക്കുന്നത്. അങ്ങനെ ഞങ്ങളത് മേല് കഴുകിയെല്ലാം വന്നിട്ട് ഞങ്ങളത് ഈ കമ്പിത്തിരിയെല്ലാം കൊളുത്താൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ പൂത്തിരിയൊന്നും കൊളുത്തുന്നില്ല. അതൊക്കെ ഉമ്മ കൊളുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മോളും കൂടി നിന്നിട്ടാണ് കേട്ടോ ഇതെല്ലാം കൊളുത്തുന്നത്. മോന് ഭയങ്കര പേടിയാണ് കേട്ടോ. ആൾ നമ്മുടെ കയ്യിൽ ഓരോന്നും എടുത്ത് തരും. ആ പെട്ടിയിൽ നിന്ന് ഇതൊക്കെ എടുത്ത് കത്തിക്കാൻ വേണ്ടി കൊണ്ട് തരും. പക്ഷെ ആൾക്ക് ഭയങ്കര പേടിയാണ്. അതിനിടയ്ക്ക് ഉമ്മ വന്നിട്ട് ഈ പൂത്തിരി എല്ലാം കൊളുത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പടക്കം ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നെ പോലെ തന്നെയാണ് മോനും. അവനും പടക്കം പൊട്ടിക്കാൻ അടുത്തേ വരില്ല, ദൂരത്ത് നിന്ന് നോക്കും കേട്ടോ. എന്നാൽ മോൾക്കാണെങ്കിൽ ഒട്ടും പേടിയില്ലേ. ഉമ്മ പൂത്തിരി എല്ലാം കൊളുത്തുമ്പോൾ അടുത്ത് തന്നെ പോയി നിൽക്കും കേട്ടോ. എനിക്കിത് പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ദൂരത്ത് നിന്നിട്ടാണ് നോക്കുന്നത്. അങ്ങനെ കുറേ ഞങ്ങൾ പൂത്തിരിയും കമ്പിത്തിരി എല്ലാം കൊളുത്തി. പിന്നെ ഏകദേശം കമ്പിത്തിരി കഴിയാനായിട്ടോ. ഇനിയിപ്പോൾ പുലർച്ചെ കൊളുത്താന്ന് പറഞ്ഞ് ബാക്കിയെല്ലാം ഞങ്ങൾ എടുത്തു വെച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.